ഞാൻ ആഴ്ചയിൽ 3 ദിവസമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന സ്പ്ലിറ്റ് ചെയ്താന്ന് വെച്ച് കുറച്ച് പേര് വന്നായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവർക്കും വേണമെങ്കിൽ സെയിം വർക്കൗട്ട് സ്പ്ലിറ്റ് വർക്ക് ആവണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനകത്ത് ഹൈപ്പർട്രോഫി ഫേസ് ഉണ്ട്, എട്രോഫി ഫേസ് ഉണ്ട്. നമ്മൾ ഒരു മസിലിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഹൈപ്പർട്രോഫി ഫേസ് കഴിഞ്ഞ് എട്രോഫി ഫേസ് തീരുന്നതിനുള്ളിൽ ആ സെയിം മസിൽ നമ്മൾ പിന്നെയും വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ അറിയാൻ പറ്റത്തുള്ളൂ. ഈ സെറ്റും റെപ്പും ഒക്കെ എന്തോരം ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നിങ്ങളിപ്പം 5 സെറ്റാണ് അടിക്കുന്നതെങ്കിൽ ഹൈപ്പർട്രോഫി ഫേസ് നിങ്ങൾ ഇത്രയും ദിവസം നിൽക്കും. ഇപ്പം നിങ്ങൾ 2 സെറ്റ് അടിച്ചോളെങ്കിൽ ഇത്രയും ദിവസം നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ജോലിക്ക് പോകുന്നവരും ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ 6 ദിവസവും ജിമ്മിൽ പോകണമെന്നുള്ളതുകൊണ്ടായിരിക്കും ചിലവരൊക്കെ പോകാത്തത്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ 3 അല്ലെങ്കിൽ 4 ദിവസം ജിമ്മിൽ പോയാൽ മതി. ഈ മസിലിന് മാത്രം നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിന് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അത് നമ്മുടെ മസിൽ ബിൽഡിങ്ങിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ആണ്. അത് ആഴ്ചയിൽ 3 ദിവസം ഉള്ളതാണ്. പിന്നെ ഞാൻ ഒരു ദിവസം സൺഡേ ഞാൻ കാർഡിയോയ്ക്ക് വേണ്ടി ഞാൻ ബാഡ്മിൻ്റനും കളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ആഴ്ചയിൽ 4 ദിവസം വർക്കൗട്ടുള്ള ഒരു സ്പ്ലിറ്റ് വേറൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സമയത്തിൻ്റെ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വർക്കൗട്ട് സ്പ്ലിറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പ്ലിറ്റ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് DM അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസിന് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം ബൈ.